ചെർപ്പുളശ്ശേരി നഗരസഭ കൗൺസിൽ യോഗം ചേർന്നു. ആസൂത്രണ സമിതി യോഗം പ്രഹസനമായെന്ന് യോഗത്തിൽ ആക്ഷേപം. വർക്കിംഗ് കമ്മിറ്റി യോഗങ്ങളിലും നഗരസഭാംഗങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് നഗരസഭാ അധ്യക്ഷൻ പി രാമചന്ദ്രൻ നിർദ്ദേശിച്ചു. പ്രതിപക്ഷാംഗങ്ങളുടെ പങ്കാളിത്തം വരുത്തുന്നതിൽ ജാഗ്രതക്കുറവ് സംഭവിച്ചെന്നും ഇതേ തുടർന്ന് പുതിയ സാമ്പത്തിക വർഷത്തെ പദ്ധതി ആസൂത്രണ സമിതി യോഗവും വർക്കിംഗ് കമ്മിറ്റി യോഗങ്ങളും പ്രഹസനമെന്ന നിലവാരത്തിൽ കലാശിച്ചെന്നും പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ് പറഞ്ഞു. 2022-23 വർഷത്തെ 300 സ്പിൽ ഓവർ പദ്ധതികളിൽ 144 പദ്ധതികൾ മാത്രമാണ് ടെൻഡർ നടപടികളിലേക്ക് എത്തിയത്. ഇതിനിടെ വേണ്ടത്ര മുന്നൊരുക്കവും പങ്കാളിത്തവും ഇല്ലാതെയാണ് പദ്ധതി ആസൂത്രണ സമിതി യോഗം നടത്തിയതെന്നും KM ഇസ്ഹാഖ് ആരോപിച്ചു. പദ്ധതി ആസൂത്രണ സമിതി യോഗത്തിലും വർക്കിംഗ് കമ്മിറ്റി യോഗങ്ങളിലും നഗരസഭാംഗങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും ഇക്കാര്യത്തിൽ അപാകതയുണ്ടാകരുതെന്നും നഗരസഭാ അധ്യക്ഷൻ പി രാമചന്ദ്രൻ നിർദ്ദേശിച്ചു. ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പൈതൃക കെട്ടിട നവീകരണം, കുടിയത്തുകുളം നവീകരണം തുടങ്ങിയ 9 വലിയ പദ്ധതികളുടെ നിർവഹണത്തിന് അക്രഡിറ്റേഷൻ ഏജൻസികളെ സമീപിക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. നവകേരള സദസ്സിൽ ലഭിച്ചതും നഗരസഭ പരിഗണിക്കേണ്ടതുമായ 100-ലേറെ പരാതികൾ കൗൺസിലിൽ ചർച്ച ചെയ്തു. നഗരസഭയുടെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ പി രാമചന്ദ്രൻ പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി.